ഹലോ അമ്മ. എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? സുഖല്ലേ? ആടാ മോനെ, അമ്മക്ക് സുഖ, നിനക്ക് സുഖല്ലേ? അമ്മ എന്താ അമ്മ ഈ സമയത്ത് വിളിച്ചേ? അച്ഛനും ഓക്കെ അല്ലേ? അച്ഛൻ എന്ത് ചെയ്യുന്നു? ആ മോനെ, ഇവിടെ എല്ലാരും സുഖായിരിക്കുന്നു. അച്ഛൻ ഓക്കെയാണ്, അച്ഛൻ അപ്പുറത്തുണ്ട്. പിന്നില്ലേ മോനെ, ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാലേ, നിനക്കേ ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാലോ? ഏ ഞങ്ങൾക്കൊക്കെ അറിഞ്ഞ പെൺകുച്ചന്നെയാ, നല്ല കുട്ടി. അതുകൊണ്ടേ നമുക്കിത് ആലോചിച്ചാലോ? അമ്മേ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെ കല്യാണം കഴിക്കാതെ എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കാനാണ് വിചാരം? എടാ, ഞങ്ങൾക്കില്ലേ ആഗ്രഹങ്ങള്? നിന്റെ കല്യാണം കഴിഞ്ഞ് കാണാൻ ഞങ്ങൾക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങള്? അമ്മ, ഞാൻ കല്യാണമൊക്കെ കഴിക്കാം, പക്ഷെ നിങ്ങൾ പറഞ്ഞ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കില്ല. ഞാനേ ഇഷ്ടപ്പെട്ട പെണ്ണിന് മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണോ? അതാരാടാ ഞങ്ങൾക്കറിയാത്ത പെണ്ണ്? നിങ്ങൾക്കൊക്കെ അറിയുന്ന പെൺകൊച്ചു തന്നെയാ. ഞങ്ങൾക്കറിയൂണോ? അതാരാപ്പാ? അമ്മേ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഞാനൊരു ദിവസം അവളെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാം. എടാ, അങ്ങനെയല്ല. നീ ഇനിയിപ്പോ എന്ത് ഏത് ആരെന്നൊന്നും അറിയാത്ത പെങ്കൊച്ചിനെ വീട്ടിലൊക്കെ വിളിച്ചോണ്ട് വന്നാലാ? അതെങ്ങനെയാ ശരിയാവുന്നേ? ഏ അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടാ, അങ്ങനെയല്ലടാ. എന്നാലും അത് ആരാ പെങ്കൊച്ച്? അതൊക്കെ ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. എനിക്കിപ്പോ ഇച്ചിരി ജോലിയുണ്ട്, ഞാൻ ഫോൺ വെക്കുന്നു. മോനെ നിക്കേ. അമ്മ, ഞാൻ ഫോൺ വെക്കാണേ. എനിക്ക് അവിടെ ഇച്ചിരി ജോലിയൊക്കെ ഉണ്ട്. ഓ, ഇതാരാ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നേ? ഹലോ. ഹലോ ശ്രീലു, ഞാൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വാ. അർച്ചനോ? ഇതെന്താ ഇപ്പൊ? ഞാനിവിടെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നീ പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ട് വാട്ടോ. ആ, ശരി ശരി. ഹോ, ഈ ആഴ്ചത് വേറെ പണിയൊന്നുമില്ലേ? സൺഡേ ആയിട്ട് കുറച്ച് ഉറങ്ങാൻ വിചാരിച്ചത്, അതിനും സമ്മതിക്കില്ല. ഹലോ മിസ്സിസ് ശ്രീലക്ഷ്മി, വാ, വരൂ, വന്ന് കയറൂ. എന്തേ കയറുന്നില്ലേ? കയറുന്നില്ല എന്ന് പറഞ്ഞാലിപ്പോ പോവല്ലേ? എന്താ ശ്രീലു പറഞ്ഞേ? കേട്ടില്ല ഞാൻ. ഒന്നുമില്ല, ഒന്ന് കയറാന്ന് പറഞ്ഞതാ. ശരി എന്നാ, പോവല്ലേ? ആ, ഓക്കെ ഓക്കെ. അർജുൻ, നമ്മൾ എവിടെയാ പോന്നേ? അതൊക്കെ ഉണ്ട്, അവിടെ എത്തിയാ മനസ്സിലാവും.